CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ LDF-ന് ഒരു സീറ്റ് ഒഴികെ മുഴുവൻ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയായിരിക്കും ഇത്തവണ LDF-ന്റെ മുന്നേറ്റം? CPM നിലവിലെ എല്ലാ MLA-മാരെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അവിടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് CPM-ന് സംഭവിക്കാൻ പോകുന്നത് CPM-ന്റെ തകർച്ചയുടെ തുടക്കം അത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും. ഒരു സംശയം നിങ്ങൾക്കതിൽ വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതായത് 45 വർഷക്കാലം തിരുവനന്തപുരത്ത് തങ്ങളുടെ ഭരണത്തിന് എതിർവാക്കില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന, അവരുടെ എല്ലാ രാഷ്ട്രീയമായും അല്ലാതെ തന്നെ സാമ്പത്തികമായും അവരെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു അടിത്തറ എന്ന് പറയുന്നത് അവരുടെ കൈയിട്ട് വാരലുകളും അഴിമതികളും കാരണം അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് അവർ പിടിച്ചു നിന്ന സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷേ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പൊളിഞ്ഞതോടുകൂടി തന്നെ നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തെ CPM-ന്റെ നേതാക്കന്മാരുടെ ഒരു ശരീരഭാഷ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി അവർ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം CPM-ന്റെ ഒരു ചെറിയ കാര്യത്തിന് പോലും, ഇപ്പം നഗരസഭയുടെ ഏതൊരു ചെറിയ വിഷയത്തിൽ പോലും CPM-ന്റെ ഒരു പരിഭ്രാന്തി കൂടിയുള്ള ഒരു ഇടപെടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അതെ ഇത്രയും കാലം ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതെല്ലാം പല പല വകുപ്പുകളുടെ ഇഷ്യൂ ആയിരുന്നു, ഒന്നും പ്രശ്നമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ 10 ദിവസം തികയുന്നതിന് മുന്നേ എനിക്കൊന്ന് മേയർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട പിറ്റേന്ന് എവിടെയോ ഒരു ഓട വലിച്ചു എന്നും പറഞ്ഞിട്ട് അത് ഇതാണോ മാറാത്തത്, മാറുമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് CPM തകർന്നുപോയി. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം താങ്കളൊന്ന് CPM-ന്റെ ഫേസ്ബുക്ക് പേജസ് ഒന്ന് പരിശോധിക്കണം. ആ ഫേസ്ബുക്ക് പേജ് പരിശോധിക്കുമ്പോൾ CPM-ന്റെ നിരാശ എത്രത്തോളം ഭീകരമാണ് എന്ന് അവരുടെ ആ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഓരോ പദ്ധതിയും ജനങ്ങളുടെ ഇടയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയോ കഠിനമായ പരിശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നു. പക്ഷെ അവർക്ക് പറ്റിപ്പോയത് ഈ ഓരോ പദ്ധതിയും, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നഗരസഭയുടെ ബഡ്ജറ്റ് എല്ലാ ജനങ്ങളും തത്സമയം കാണാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തിയിരുന്ന് കണ്ടത്. ഞാൻ കണ്ടൊരു ഫേസ്ബുക്ക് ലൈവിലാണ്. ഞാൻ ഫേസ്ബുക്ക് ലൈവ് കാണുമ്പോൾ ഏതാണ്ട് 14,000 പേര് ഒരേ സമയത്ത് അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ 14,000 പേര്, അതിനുശേഷം ഞാനൊരു മാധ്യമത്തിൽ ചർച്ചയിൽ, ഈ വിഷയത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വിളിച്ചിട്ടുള്ളവരാരും തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്തു നിന്ന് വിളിച്ചവരല്ല, മറ്റു പല ജില്ലകളിൽ നിന്നായിട്ട് വിളിച്ചവർ ഈ കോർപ്പറേഷനിലെ ഇത്തരം ഒരു ബഡ്ജറ്റിനെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന്റെ എത്രയോ ഈ പേജുകളിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ കേരള ബഡ്ജറ്റ് ആണോ? അതിന്റെ എത്രയോ ഇരട്ടിയാണ് തിരുവനന്തപുരത്ത് അവർക്കുണ്ടാവാൻ പോണ നഷ്ടം. ഞാൻ പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളെ നമുക്ക് എപ്പാർട്ട് ചെയ്ത് നിർത്തിയാൽ ഇതിന്റെ എത്രയോ വലിയ വ്യാപ്തിയിലാണ് തിരുവനന്തപുരത്ത് CPM-നും കോൺഗ്രസിനും സംഭവിക്കാൻ പോകുന്ന തകർച്ച. അത് CPM പക്ഷേ ഈ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണോ ഈ സിറ്റിംഗ് MLA? അതുകൊണ്ടല്ല, അവർക്ക് അതിനപ്പുറത്തൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ സഖാവ് ശിവൻകുട്ടിയാണ് അവർ, ഇപ്പൊ ഈ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സഖാവ് ശിവൻകുട്ടിയാണ് നിയമത്ത് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം സഖാവ് ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റിനെ CPM-ന് ആലോചിക്കാനില്ല നിയമത്ത്. ഒരാളുടെ പേര് പറഞ്ഞ് ആര്യ രാജേന്ദ്രനെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ആര്യ രാജേന്ദ്രനെ അവിടെ കൊണ്ട് നിർത്തിയാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്ന് CPM-ന് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ തമ്മിൽ ഭേദം തോമൻ എന്തായാലും പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ നല്ലൊരു ഫൈറ്റ് നടത്തി എന്ന് പറയാൻ, ഞങ്ങൾ പഴയ MLA തന്നെ നിർത്തി എന്ന് പറയാൻ അവർക്കൊരു പേര് വേണം. ആ പേരാണ് സഖാവ് ശിവൻകുട്ടി. അല്ല, ശിവൻകുട്ടിക്ക് താല്പര്യമില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എനിക്ക് നിയമത്ത് മത്സരിക്കാൻ താല്പര്യമില്ല, എനിക്കിനി മത്സരിക്കണ്ട എന്ന് സഖാവ് ശിവൻകുട്ടി തന്നെ 3 മാസം മുൻപ് പറഞ്ഞിട്ട് ഇത് കെട്ടിമാറാപ്പ് പോലെ അടിച്ചേൽപ്പിക്കുകയാണ്. അതേ അവസ്ഥയാണ് ആർക്ക്? വട്ടിയൂർക്കാവിലെ പ്രശാന്തിന് എങ്ങനെയെങ്കിലും വട്ടിയൂർക്കാവ് വിട്ടുപോയാൽ മതി. പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ കഴക്കൂട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കുറെ ദിവസങ്ങളായി അതിനുവേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് നഗരസഭാ ഭരണം. ഞാൻ അവിടെയും നിങ്ങൾ അതേ കാര്യം ആലോചിക്കണം. നഗരസഭാ ഭരണം മാറിയ ഉടനെ അദ്ദേഹത്തിനോട് പേഴ്സണലായി, ഇപ്പൊ ഞാനും താങ്കളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്ത് പല കാര്യങ്ങളും നമ്മൾ ഫോണിൽ സംസാരിക്കും. അതുപോലെ വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യത്തെ പോലും വിവാദമാക്കി കൊണ്ടുവന്ന് അവസാനം മുഖം നഷ്ടപ്പെട്ട് നമ്മളൊക്കെ പറയൂലേ തലയിൽ മുണ്ടിട്ടിറങ്ങി ഓടേണ്ടി വന്നു എന്ന്, അതുപോലെ ശാസ്തമംഗലത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴെ പോയി ഇരിക്കേണ്ടി വന്ന ഒരു MLA-യുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ താൻ പറഞ്ഞതെല്ലാം ഗീർവാണമാണ്, താൻ പറഞ്ഞത് മുഴുവൻ ഉണ്ടയില്ല വെടിയാണെന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു MLA-ക്ക്. അപ്പൊ അങ്ങനെ ഒരു MLA-യാണ് എവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്? വട്ടിയൂർക്കാവിൽ മൽസരിക്കാൻ നിൽക്കുന്നത്. വട്ടിയൂർക്കാവിലും ഈ പറഞ്ഞതുപോലെ നിലം തൊടാനുള്ള സാഹചര്യം ഞാൻ കാണുന്നില്ല. ഇനി അടുത്ത് വന്നു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ, മറ്റൊരു കാൻഡിഡേറ്റിന്റെ പേരില്ല അവർക്ക്. ഇപ്പോൾ വട്ടിയൂർക്കാവിലും സെയിമാണ്. വട്ടിയൂർക്കാവിലും മറ്റൊരു കാൻഡിഡേറ്റ് ഇല്ല അവരുടെ കയ്യിൽ, അല്ലേ? അവർ സ്വതന്ത്രനെയൊക്കെ നിർത്തിയിരുന്ന ഒരു സ്ഥലത്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഈ VK പ്രശാന്ത് എന്ന് പറയുന്ന ആൾ വരുന്നത്. അവർക്കവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല.
ഇനി കടകംപള്ളിയിലേക്ക് വരുമ്പോഴും എന്താണ്, കഴക്കൂട്ടത്തേക്ക് വരുമ്പോഴും എന്താണ്, അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഇത്രയേറെ ആരോപണ വിധേയനായ, അത് ഒരു വിഷയത്തിലല്ല, സ്ത്രീ വിഷയത്തിൽ വന്നു, റെയിൻകോട്ടും കുടയും മഴക്കുടയും ഒക്കെ വന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വന്നു. അപ്പൊ ഇതെല്ലാം വന്നിട്ടും ഈ ആരോപണ വിധേയനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ഗതികേടാണ്. തിരുവനന്തപുരത്ത് അവർക്ക് മുന്നിലേക്ക് വെക്കാൻ ഒരു നേതാവില്ലാത്ത, നേതൃദാരിദ്ര്യം അനുഭവിക്കുന്ന പാർട്ടിയായി ഈ പറയുന്ന CPIM മാറി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി അവിടെ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ പോയപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ MLA ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ MLA ആയിരുന്നു അദ്ദേഹം. ജട്ടിക്കകത്ത് മയക്കുമരുന്ന് കടത്തിയതിനെ, ആ പ്രതിയെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ കോടതി നടപടികൾ നേരിടുന്നത്. അവിടെയും വയ്ക്കാൻ വേറൊരു നേതാവ് അവരുടെ കയ്യിലില്ല. പൊതുസ്വതന്ത്രനെ അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോവളത്ത് അവരുടെ പാർട്ടി അല്ല, മറ്റൊരു പാർട്ടിയാണ്. അത് കഴിഞ്ഞാൽ ആൻസിലനാണ്. ആൻസിലനും അവസ്ഥ ഇതാണ്. ആൻസിലനെ മാറ്റിയാൽ ആരെ വയ്ക്കും? ഒരാളുടെ പേര് അവരുടെ കയ്യിലില്ല. പാറശാല ഹരീന്ദ്രൻ കഴിഞ്ഞ തവണ മാറ്റാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ച ഒരാളാണ് പാറശാലയിലെ ഹരീന്ദ്രൻ. വലിയ വാർത്തയൊക്കെ ആയിരുന്നതാണ്. അദ്ദേഹത്തെ തന്നെ വീണ്ടും പരീക്ഷിക്കുന്നു. കാരണം എന്താണ്? അവർക്ക് വേറൊരാളില്ല. നേതൃദാരിദ്ര്യം തിരുവനന്തപുരം ജില്ലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ നേതൃദാരിദ്ര്യം CPM അനുഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇരട്ടക്കമായിരുന്നു ഈ LDF-ന് ലഭിച്ച സീറ്റിന്റെ എണ്ണം. അത് ഒറ്റക്കത്തിലേക്ക് ഇത്തവണ ചുരുങ്ങുമോ തിരുവനന്തപുരത്ത്? അതെ, തിരുവനന്തപുരത്ത് CPM-ന്റെ ഏറ്റവും വലിയ ദയനീയമായ പ്രകടനമായിരിക്കും ഈ വർഷം ഉണ്ടാവുക. ഒരു ദയനീയ പ്രകടനം വരുമ്പോൾ ആർക്കായിരിക്കും അതിന്റെ ഗുണം ലഭിക്കും? തിരുവനന്തപുരം സിറ്റിയിൽ ഞാനിപ്പോ പറയാം. തിരുവനന്തപുരം സിറ്റിയിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ BJP ആണ് അവരുടെ പ്രധാനപ്പെട്ട എതിരാളി. കോൺഗ്രസ് അവർക്ക് ഒരു എതിരാളി പോലും അല്ല, അല്ലേ? തിരുവനന്തപുരത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 സീറ്റിലും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കാട്ടാക്കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം കാട്ടാക്കടയിൽ BJP ആണ് ഒന്നാമത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് ചെറിയ വോട്ടുകൾക്ക് ബലാബലമാണ്. അത് നിങ്ങൾ ആറ്റിങ്ങലിലേക്ക് വന്നാലും അവിടെ ഏറ്റവും വലിയ ഒപ്പണന്റ് ആരാണ്? BJP ആണ് ഒപ്പണന്റ്. അത് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ എവിടെ പരിശോധിച്ചാലും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8ഓ 9ഓ മണ്ഡലങ്ങളിൽ CPM-ന് ഒപ്പണന്റ് ആയിട്ട് നിൽക്കുന്നത് BJP ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഫലം ആർക്കാ കിട്ടുക? CPM തകരുമ്പോൾ ആർക്കാ ഫലം കിട്ടുക? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പോയാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ 1ാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതല്ലേ അതിന്റെ ന്യായം. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് ഉണ്ടായിട്ടുള്ള ഒരു വളർച്ച, BJP അധികാരത്തിലേക്ക് വന്നത്, അതിനുശേഷം BJP-യുടെ മേയറുടെ ഇടപെടലുകൾ, BJP-യുടെ നഗരസഭാ ഭരണസമിതിയുടെ ഇടപെടലുകൾ, അതിനെല്ലാം അപ്പുറത്ത് ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വികസിത അനന്തപുരി എന്ന് പറയുന്ന ബഡ്ജറ്റിനെ കേരളത്തിലെ ഓരോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി, ഒരു കാലത്ത് അമേരിക്കയിൽ പോയി താമസിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ജനങ്ങളെ, അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളെ, ഇന്ന് കേരളത്തിലെ യുവാക്കൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കണമെന്നായിരിക്കും. അത്തരത്തിൽ അവരെ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഓരോ സാധാരണ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്ത്, ഏറ്റവും താഴെക്കിടയിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുകൾ തട്ടിൽ വരെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ്, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, എല്ലാ മേഖലകൾക്കും ഉണർവ് നൽകുന്ന, വളരെ സ്പെസിഫൈഡ് ആയിട്ട് ഓരോ മേഖലയും തൊട്ടുപോയ ഒരു ബഡ്ജറ്റ്. തെരഞ്ഞെടുപ്പിൽ BJP സീറ്റുകൾ നേടുന്നു എന്ന് പറയുമ്പോൾ, നേടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ, ശിവൻകുട്ടി ആവർത്തിച്ച് പറയുകയാണ് ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, ഇനി അത് തുറക്കില്ല. ശിവൻകുട്ടി ഇതിനു ഈ നഗരസഭാ ഇലക്ഷൻ വന്നപ്പോൾ എന്താ പറഞ്ഞു? നിയമത്തുണ്ടായിരുന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, ഇനി തിരുവനന്തപുരത്ത് അവർ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു. ശിവൻകുട്ടിയുടെ മൂക്കിന്റെ താഴെയല്ലേ ഇപ്പോൾ മേയറായിട്ട് VV രാജേഷ് ഇരിക്കുന്നത്. ശിവൻകുട്ടി 1 പവൻ സ്വർണ്ണ മോതിരം തരാം, 10ൽ കൂടുതൽ കൗൺസിലർമാർ ജയിക്കുമെങ്കിൽ 1 പവൻ സ്വർണ്ണ മോതിരം തരാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ അന്ന് രാത്രി തലയിൽ മുണ്ടിട്ട് പോയതല്ലേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ? ഓർമ്മയില്ല? 2015 35 സീറ്റ് വാങ്ങിയപ്പോഴത്തേക്ക് അന്ന് രാത്രി തലയിൽ ഉണ്ടായിട്ട് പോയില്ലേ? ഇതാണ് ശിവൻകുട്ടി പറയുന്നതൊക്കെ നിങ്ങളെ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ശിവൻകുട്ടിയുടെ പേര് കുറച്ച് നാൾ കൂടി പത്രത്തിലൊക്കെ വരണം. ശിവൻകുട്ടിക്ക് അറിയാം അടുത്ത തവണ എന്തായാലും MLA ആവാൻ പോകുന്നില്ല. അപ്പോൾ MLA ആവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇപ്പോൾ വഴി കൂടെ പോകുന്ന എല്ലാ വള്ളിയിലും കയറി പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ പേര് കുറച്ച് ദിവസം കൂടി ചർച്ചയിൽ നിൽക്കണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുക. അതിനൊന്നും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന്. ശിവൻകുട്ടിക്കൊക്കെ മറുപടി പറയേണ്ട ആവശ്യമേ ഇല്ല. ശിവൻകുട്ടിയെ പോലെയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജനാധിപത്യ മൂല്യം എന്താണ് എന്ന്, അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം എന്താണ് എന്ന്, അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമുക്ക് കാട്ടി തന്നു, അല്ലേ? KM മാണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ പക്ഷെ ഇപ്പോൾ CPM-ന്റെ അണികൾ പറയുന്നത് കേരളത്തിലെ മികച്ച മന്ത്രി ശിവൻകുട്ടി എന്നാണ്. അത് ഏതണിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. കാരണം അവരുടെ രണ്ടാം പിണറായി സർക്കാരിൽ മികച്ച. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താ അറിയാമോ?
എന്തായാലും ഒരു പെരുങ്കള്ളന്മാരുടെ സംഘമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. ആ പെരുങ്കള്ളന്മാരിൽ ഇയാളാണോ നല്ല പെരുങ്കള്ളൻ, മറ്റേയാളാണോ നല്ല പെരുങ്കള്ളൻ എന്ന് നോക്കണം. എല്ലാവരും പെരുങ്കള്ളന്മാരാണ്. അതിൽ ആരാണ് പെരുങ്കള്ളന്മാരിൽ നല്ലത് എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് അതിലൊന്നും എതിർപ്പൊന്നുമില്ല. ഞാൻ അതാ പറഞ്ഞത്, വി ശിവൻകുട്ടിയെ കുറിച്ച് നമ്മൾ പരാമർശം നടത്തുമ്പോൾ വി ശിവൻകുട്ടി ജനാധിപത്യത്തെക്കുറിച്ച്, വി ശിവൻകുട്ടി അക്രമവിരുദ്ധ സമരത്തെക്കുറിച്ച്, വി ശിവൻകുട്ടി ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കുമ്പോൾ, നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2015 ബഡ്ജറ്റ് അവതരണ വേളയിൽ ഈ പറയുന്ന കെ എം മാണിയുടെ ബഡ്ജറ്റിനെതിരായി നടത്തിയ CPM പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ചാട്ടങ്ങളുണ്ട്. ആ ചാട്ടങ്ങളുടെ വീഡിയോ അദ്ദേഹം ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം അതിൽ എന്താണ് ജനാധിപത്യപരമായി അദ്ദേഹം ചെയ്തതിലെ ശരി എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഗവർണറുടെ നിയമപരമായ അധികാരങ്ങളെ കുറിച്ച്. അതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു മന്ത്രി എങ്ങനെ പെരുമാറണം എന്നും കൂടി പഠിപ്പിക്കട്ടെന്ന് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക. ഞങ്ങൾ ഒന്നിനെ എതിർക്കുന്നില്ല. ഞങ്ങൾ വി ശിവൻകുട്ടിയുടെ വാക്കുകൾക്ക് അദ്ദേഹം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 2015 BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10-ൽ കൂടുതൽ കൗൺസിലർമാരെ കിട്ടിയാൽ 1 പവൻ സ്വർണ്ണ മോതിരം കൊടുക്കാമെന്ന് ഇന്നത്തെ മേയർക്ക് കൊടുക്കാമെന്നാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഒരു മന്ത്രി, ഒരു MLA, അദ്ദേഹം MLA ആണ്, അദ്ദേഹം ഇരുന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് ആ വാക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 14 കൗൺസിലർമാരുണ്ടായിരുന്നു. അദ്ദേഹം 10 എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾക്ക് 14 കൗൺസിലർമാരുണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഇതാണ് വി ശിവൻകുട്ടി. അതുകൊണ്ട് വി ശിവൻകുട്ടിയെ കുറിച്ച് താങ്കൾ ആശങ്കപ്പെടട്ടെ. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നേമത്തുകാരനാണ്, നേമത്ത് പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. SCT എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് തോന്നുന്നു 2021 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. 2021 അല്ല, 2016 തെരഞ്ഞെടുപ്പിൽ രാജേട്ടൻ ജയിച്ച തെരഞ്ഞെടുപ്പിൽ SCT എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് SCT എഞ്ചിനീയറിംഗ് കോളേജിലെ NSS സംഘടന ഉണ്ടല്ലോ, അവരുടെ സംഘടന ചേർന്ന് പിരിച്ചു കൊടുത്ത പൈസ പോലും തൻ്റെ വികസന രേഖയിൽ അച്ചടിച്ചു വെച്ചയാളാണ് ഈ പറയുന്ന വി ശിവൻകുട്ടി MLA. പക്ഷേ വി ശിവൻകുട്ടിയുടെ ക്വാളിറ്റി എന്താണ്, വി ശിവൻകുട്ടി MLA എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, അത് ജനങ്ങൾക്കും ബോധ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ K മുരളീധരൻ നടത്തിയിട്ടുള്ളൊരു ചതിപ്രയോഗമുണ്ട്, ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ജയിക്കുക എന്ന് പറയും. അതുപോലൊരു പ്രയോഗം അന്ന് നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്തി. ഞങ്ങൾ ആ പരാജയത്തെ അഡ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം എന്തായിരുന്നു? 20,000 കടത്തി ഞങ്ങൾ ഭൂരിപക്ഷം ഉയർത്തുമ്പോൾ ഞങ്ങൾ എന്താണ് ജനങ്ങളോട് കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടും എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ BJP അധികാരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം സീറ്റ് കൊടുത്ത ഒരു നിയോജക മണ്ഡലം ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതും നിയോജക മണ്ഡലം. ഇതേ ശിവൻകുട്ടി അക്കൗണ്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞെടുത്ത് ശിവൻകുട്ടിയുടെ പാരമ്പര്യമായിട്ടുള്ള, അതായത് പരമ്പരാഗതമായി CPM ജയിച്ചിട്ടുള്ള പൂങ്കുളമടക്കമുള്ള ശക്തി കേന്ദ്രങ്ങൾ ഞങ്ങൾ ജയിച്ചു കയറി. അപ്പോൾ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ പരാജയപ്പെടുത്താം? ഒരു കൗൺസിൽ ഇലക്ഷനിലല്ലേ പരാജയപ്പെടുത്താൻ എളുപ്പം, എന്തുകൊണ്ടാണ് പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്? അതിന്റെ അർത്ഥം ഇനി ഇവരൊന്നും പറയുന്ന ഈ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്, ഇവരൊക്കെ കൊട്ടിപ്പാടി നടക്കുന്ന, പാണൻ പാടി നടക്കുന്നത് പോലുള്ള ഈ പാട്ടുകൾക്കൊന്നും കേരളത്തിന്റെ പൊതു മനസ്സിൽ ഇനി ഇടമില്ല. കേരളത്തിന്റെ പൊതു മനസ്സിൽ BJP വരണം, BJP ആണ് ഇനി ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ള കാര്യം കൃത്യമായി അവരുടെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.